ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. യോന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഹരി ഓം. ഉദ്ധവഗീതയുടെ 5-ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് 4-ാമത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഭഗവാൻ കൃഷ്ണൻ തൻ്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കി സ്വധാമത്തിലേക്ക് മടങ്ങുവാൻ തയ്യാറാകുന്ന സമയത്ത് ഭഗവാന്റെ ആ ദിവ്യരൂപം ദർശിക്കാനായി ബ്രഹ്മാവും ശിവനും സനകാദികളും മറ്റ് സകല ദേവന്മാരും ഋഷീശ്വരന്മാരും യക്ഷകിന്നര ഗന്ധർവാദികളും എല്ലാവരും ദ്വാരകാപുരിയുടെ മുകളിൽ ആകാശത്ത് എത്തിച്ചേർന്നു. ഭഗവാൻ കൃഷ്ണൻ്റെ അതിമനോഹരവും തേജസ്സുറ്റതുമായ ആ ദിവ്യരൂപം ദർശിച്ചു. ആ ദിവ്യരൂപം കണ്ടപ്പോൾ തന്നെ ആനന്ദത്താൽ ഉന്മത്തരായി സ്തുതികൾ അർപ്പിക്കാൻ തുടങ്ങുകയാണ്. ദേവന്മാരെല്ലാം ഭഗവാനെ എങ്ങനെയാണ് സ്തുതിച്ചതെന്ന് ശുകമഹർഷി പറയുകയാണ്. അതാണ് 6-ാമത്തെ ശ്ലോകത്തിൽ. അത് നമ്മൾക്ക് കാണാം. ശ്രീ ശുക ഉവാച സ്വർഗോദ്യാനോപകൈർമാല്യൈഃ ഛാദയന്തോ യദുത്തമം ഗീർഭിശ്ചിത്രപദാർത്ഥാഭിഃ തുഷ്ടുവുർജഗദീശ്വരം. സ്വർഗലോകത്തെ നന്ദനോദ്യാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ദിവ്യമായ പുഷ്പങ്ങൾ കൊണ്ട് നിർമ്മിച്ച മാലകൾ ഓരോ ദേവന്മാരും യദുശ്രേഷ്ഠനായ ജഗദീശ്വരന് അർപ്പിച്ചു. അസംഖ്യം മാലകൾ കൊണ്ട് അവർ ഭഗവാന്റെ ശരീരം കാണാൻ പറ്റാത്ത വിധം മൂടി. തുടർന്ന് അവർ മനോഹരമായ പദങ്ങൾ കൊണ്ട് ഭഗവാനെ സ്തുതിക്കാൻ ആരംഭിച്ചു. അത്യന്തം ഗഹനവും വൈവിധ്യമാർന്ന അർത്ഥങ്ങളുള്ളതുമായ സ്തുതിവചനങ്ങളാൽ അവർ ജഗദീശ്വരനെ സ്തുതിച്ചു. അവരുടെ സ്തുതികൾ വെറും വാക്കുകളല്ല, മറിച്ച് വേദങ്ങൾ, പുരാണങ്ങൾ, ആഗമശാസ്ത്രങ്ങൾ എന്നിവയിൽ നിന്നുള്ള അഗാധമായ അർത്ഥങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ശ്ലോകങ്ങൾ കൊണ്ടാണ് അവർ ഭഗവാനെ സ്തുതിച്ചത്. അതുപോലെ തന്നെ അവർ ഭഗവാനെ ത്രിഗുണഭാവങ്ങളിൽ, അതായത് സുന്ദരമായ രൂപത്തോടു കൂടിയ ഭഗവാനെയും വിശ്വരൂപനായിട്ടുള്ള ഭഗവാനെയും അരൂപനായ അല്ലെങ്കിൽ രൂപമില്ലാത്ത ആ ബ്രഹ്മഭാവത്തെയും അവർ മാറി മാറി സ്തുതിച്ചു. ഇനി നമ്മൾക്ക് ആ ദേവസ്തുതിയുടെ തുടക്കം കാണാം. ശ്ലോകം 7. ദേവാ ഊചുഹു നതാസ്മതേ നാഥപദാരവിന്ദം ബുദ്ധീന്ദ്രിയ പ്രാണമനോവചോഭിഃ യച്ഛിന്യതേ അന്തർഹൃദി ഭാവയുക്തൈഃ മുമുക്ഷുഭിഃ കർമ്മമയോരുപാശാത്. അല്ലയോ നാഥ, അവിടുത്തെ പാദാരവിന്ദങ്ങളെ ഞങ്ങൾ സ്തുതിക്കുന്നു. മോക്ഷം ആഗ്രഹിക്കുന്ന മുമുക്ഷുക്കൾ തങ്ങളുടെ ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ, മനസ്സ് എന്നിവയെ ഭഗവാനിൽ അർപ്പിച്ച് കർമ്മബന്ധങ്ങളിൽ നിന്ന് മോചനം നേടാനായി ഹൃദയത്തിൽ എപ്പോഴും ധ്യാനിക്കുന്ന ആ പാദകമലങ്ങളിൽ ഞങ്ങൾ ഇതാ വീണു വണങ്ങുന്നു എന്നവർ ഭഗവാനെ സ്തുതിക്കുകയാണ്. അവർ പറയുകയാണ്, നിശ്ചയാത്മികയായ ബുദ്ധിയാൽ അങ്ങയേക്കാൾ മീതെ മറ്റു യാതൊന്നുമില്ലെന്നുറയ്ക്കുന്നു. ചക്ഷുരാദികളായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അങ്ങയുടെ രൂപത്തെ ഭക്തിപൂർവം നോക്കുന്നു. പ്രാണന്റെ ഇരിപ്പിടമായ ഞങ്ങളുടെ ദേഹം കൊണ്ട് അങ്ങയെ നമസ്കരിക്കുന്നു. മനസ്സുകൊണ്ട് ഈ മോഹന രൂപത്തെ ധ്യാനിക്കുന്നു. വാക്കുകൾ കൊണ്ട് അങ്ങയെ സ്തോത്രം ചൊല്ലി സ്തുതിക്കുന്നു. ഇങ്ങനെ ഞങ്ങളുടെ സർവ്വ അംഗങ്ങളെയും അങ്ങയുടെ സേവയ്ക്കായി ഉപയോഗിക്കുക എന്നതല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അങ്ങനെ ദേവന്മാർ ഭഗവാന് സാഷ്ടാംഗം നമസ്കരിക്കുകയാണ്. സർവ്വതും ഭഗവാനിൽ അർപ്പിച്ച് അഹങ്കാരം ഇല്ലാതെ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ നമസ്കരിക്കുകയാണ്. അടുത്ത ശ്ലോകം കാണാം. ശ്ലോകം 8. ത്വം മായയാ ത്രിഗുണയാത്മനി ദുർവിഭാവ്യം വ്യക്തം സൃജസ്യ വസിലുംബസി തദ്ഗുണസ്ഥഃ നൈതൈർഭവാനജിത
കർമ്മഭിരജ്യതേ വൈ യത്സ്വേ സുഖേ വ്യവഹിതേ അഭിരതോ ന വദ്യഃ. ഭഗവാനെ സ്തുതിക്കുന്ന ഈ ശ്ലോകം ഭഗവാനെക്കുറിച്ചും പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചുമുള്ള സൂക്ഷ്മ തത്വങ്ങൾ അടങ്ങിയതാണ്. ഭഗവാനെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സ്ഥിതി ലയ കർത്താവായി വിശേഷിപ്പിക്കുന്നതോടൊപ്പം തന്നെ മഹത്വമേറിയ പ്രപഞ്ച സൃഷ്ടി നടത്തുന്ന ഭഗവാന് തൻ്റെ സൃഷ്ടി കർമ്മത്തിൽ യാതൊരു അഭിമാനവും ഇല്ലാതെ ഇരിക്കുന്നു. ഭഗവാന് ഒന്നിനോടും ഒട്ടലുമില്ല. കർമ്മങ്ങളൊന്നും ഭഗവാനെ ബന്ധിക്കുന്നില്ല. ഇതിൻ്റെ കാരണമായി അവർ പറയുന്നത് ഭഗവാൻ പരബ്രഹ്മതത്വമാണ്. അങ്ങനെ പരബ്രഹ്മതത്വമായ ഭഗവാൻ സത്വ രജസ് തമോ ഗുണങ്ങളാകുന്ന മായയുടെ ശക്തി കൊണ്ട് സൃഷ്ടി നടത്തുമ്പോഴും ഭഗവാൻ മായയ്ക്ക് അതീതനായിരിക്കുന്നു. സൃഷ്ടിയാദി കർമ്മങ്ങൾ ചെയ്യുന്നുവെങ്കിലും യാതൊരു പുണ്യപാപങ്ങളും ഭഗവാനെ ബാധിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഭഗവാൻ ദോഷരഹിതനാകുന്നു. അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം എന്നിങ്ങനെ പഞ്ചക്ലേശങ്ങളാണ് ദോഷങ്ങളായിട്ട് പറയുന്നത്. ഭഗവാനിൽ ഈ മായിക ദോഷങ്ങൾ ഒന്നുമില്ല. അത് ഭഗവാൻ എപ്പോഴും ആത്മാനന്ദത്തിൽ മുങ്ങിക്കിടക്കുന്നതുകൊണ്ടാണ് എന്ന് അവർ പറയുന്നു. ഇനി ഈ പഞ്ചക്ലേശങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാം. അവിദ്യ എന്ന് പറയുന്നത് ഇഗ്നോറൻസ്. എല്ലാ ക്ലേശങ്ങളുടെയും ഉറവിടമാണ് അവിദ്യ അല്ലെങ്കിൽ അറിവില്ലായ്മ. സത്യമല്ലാത്തതിനെ സത്യമെന്നും അനിത്യമായതിനെ നിത്യമെന്നും ജഡമായതിനെ ചേതനയെന്നും തെറ്റായി ധരിക്കുന്നതാണ് അവിദ്യ. അതായത് നമ്മൾ നമ്മുടെ യഥാർത്ഥ സ്വരൂപമായ ആത്മാവിനെ മറന്ന് ശരീരമാണ് താനെന്ന് കരുതുന്ന അവസ്ഥ. അതാണ് ഇവിടെ പറയുന്ന അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനം, ഇഗ്നോറൻസ് എന്നൊക്കെ പറയുന്നത്. ഇനി അസ്മിത. അസ്മിത എന്നാൽ ഈഗോയിസം, ഞാൻ എന്ന ഭാവം. നമ്മുടെ ബുദ്ധിയെയും ബോധത്തെയും ഒന്നായി കാണുന്ന അവസ്ഥയാണിത്. പ്രകൃതിദത്തമായ കഴിവുകളും നേട്ടങ്ങളും ഒക്കെ സ്വന്തമാക്കുന്ന ഞാനെന്ന അഹങ്കാരമാണിത്. അടുത്തത് രാഗം. രാഗം എന്നാൽ അറ്റാച്ച്മെൻറ്റ്. സുഖം തരുന്ന വസ്തുക്കളോടും വ്യക്തികളോടും സാഹചര്യങ്ങളോടും ഉണ്ടാകുന്ന അമിതമായ ആസക്തി, ആ സുഖം വീണ്ടും വീണ്ടും അനുഭവിക്കുവാനുള്ള ആഗ്രഹം, അത് നഷ്ടപ്പെടുമ്പോൾ അതീവ ദുഃഖം. ഇതൊക്കെയാണ് രാഗത്തിൻ്റെ ലക്ഷണങ്ങൾ. ഇനി ദ്വേഷം. ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോടും വേദന തരുന്നവരോടും എല്ലാം തോന്നുന്ന വെറുപ്പും വിദ്വേഷവുമാണ് ദ്വേഷം എന്ന് പറയുന്നത്. പിന്നെ അഭിനിവേശം, ക്ലിങ്ങിങ് ടു ലൈഫ് എന്ന് പറയാം. ജീവിതത്തോടുള്ള അമിതമായ പറ്റിനിൽപ്പും മരണത്തോടുള്ള ഭയവുമാണ് ഈ അഭിനിവേശം. വിവേകമുള്ളവരിൽ പോലും സ്വാഭാവികമായി കാണപ്പെടുന്ന ഒരു ഭയമാണിത്. ഇങ്ങനെയുള്ള ഈ 5 ക്ലേശങ്ങളും ദോഷങ്ങളും ഭഗവാനിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഭഗവാനെ സ്മരിക്കുന്നതിലൂടെ നമുക്കും ഈ കർമ്മപാശങ്ങളിൽ നിന്നും മോചനം നേടാം എന്ന് പറയുകയാണ് ദേവന്മാർ. അതിനുവേണ്ടി അവർ ഭഗവാനെ നമസ്കരിക്കുകയാണ്. ഇനി ഇവിടെ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചും ഭഗവാന്റെ മായയെക്കുറിച്ചും ബ്രഹ്മത്തെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട്. അത് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാനുണ്ട്. എങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ ശ്ലോകം നന്നായി മനസ്സിലാക്കുവാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആദ്യം തന്നെ ബ്രഹ്മത്തെക്കുറിച്ച്, ഭഗവാന്റെ സ്വരൂപത്തെക്കുറിച്ച് പറയാം. അതായത് ഭഗവാന്റെ സ്വരൂപത്തെ 2 തത്വങ്ങളുടെ ഒരു മിശ്രിതമായിട്ടാണ് ഇവിടെ നിർവചിച്ചിരിക്കുന്നത്. ബ്രഹ്മം എന്ന മാറ്റമില്ലാത്ത ചൈതന്യം അഥവാ ബോധം, അതിനെ നമ്മൾക്ക് കോൺഷ്യസ്നസ് എന്ന് പറയാം. പിന്നെ മായ, സത്വ രജ തമോ ഗുണങ്ങളാൽ നിർമ്മിതമായതും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതുമായ ആ മൂലപ്രകൃതിയാണ് മായ എന്ന് പറയുന്നത്. അതിന് മാറ്റർ എന്ന് പറയാം. ബ്രഹ്മവും മായയും, അതായത് കോൺഷ്യസ്നസ്സും മാറ്ററും ചേർന്ന രൂപമാണ് ഭഗവാൻ. ഇതിൽ മായ എന്നത് പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മമായ അവസ്ഥയാണ്. ബോധസ്വരൂപമായ ബ്രഹ്മവും ജഡരൂപമായ മായയും അനാദിയാണ്, തുടക്കമില്ലാത്തതാണ്. ഈ 2 തത്വങ്ങളുടെയും സംഗമത്തെയാണ് നാം ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. മാറ്റമില്ലാത്ത ചൈതന്യവും മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന പ്രകൃതിയും ഒന്നു ചേർന്ന് ഈ പ്രപഞ്ചത്തിന് കാരണമാകുന്നു, സൃഷ്ടിക്ക് കാരണമാകുന്നു. ഭഗവാന്റെ മായയിലാണ് സകല ജീവജാലങ്ങളുടെയും
സഞ്ചിത കർമ്മങ്ങൾ സൂക്ഷ്മ രൂപത്തിൽ ഇരിക്കുന്നത്, അതായത് പൊട്ടൻഷ്യൽ ഫോമിൽ ഇരിക്കുന്നത്. അനാദികാലം മുതൽ നാം ആർജിച്ചെടുത്ത ഈ കർമ്മങ്ങൾ, സഞ്ചിത കർമ്മങ്ങൾ, പ്രപഞ്ച സൃഷ്ടിയുടെ സമയമാകുമ്പോൾ ഉണരുന്നു. അങ്ങനെ മായയുടെ 3 ഗുണങ്ങളിൽ നിന്നാണ് ഈ പ്രപഞ്ചം പരിണമിക്കുന്നത്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇവയിൽ നിന്ന് ജീവനുള്ള ശരീരങ്ങളും ജീവൻ ഇല്ലാത്ത ഇനർട്ടായിട്ടുള്ള വസ്തുക്കളും എല്ലാം ഉണ്ടാകുന്നു. അത് സത്വരജോ ഗുണങ്ങളിൽ നിന്ന് ജീവനുള്ള ശരീരങ്ങൾ, അതായത് സസ്യങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ, ദേവന്മാർ എന്നിങ്ങനെ എല്ലാ ശരീരങ്ങളും ഉണ്ടാകുന്നു. തമോ ഗുണത്തിൽ നിന്ന് ജീവനില്ലാത്ത ജഡപ്രപഞ്ചം, അതായത് ഇനേർട്ട് യൂണിവേഴ്സ് രൂപപ്പെടുന്നു. ഇങ്ങനെ ഈശ്വരനിൽ നിന്ന് ഭോക്താവായ ജീവനും ഭോഗ്യമായ ജഗത്തും ഉണ്ടാകുന്നു. ജനിച്ചു വീഴുന്ന ജീവൻ ഈ വൈവിധ്യമാർന്ന ലോകത്തെ അനുഭവിക്കുമ്പോൾ അവനിൽ രാഗദ്വേഷങ്ങൾ, അതായത് ഇഷ്ടാനിഷ്ടങ്ങൾ ഉടലെടുക്കുന്നു. ഇത് കർമ്മത്തിലേക്ക് നയിക്കുന്നു. നന്മതിന്മകൾ ചെയ്യുന്നതിലൂടെ പുണ്യവും പാപവും ഉണ്ടാകുന്നു. നാം പ്രാരബ്ധം അനുഭവിച്ചു തീർക്കുകയും മരണസമയത്ത് പുതിയ ആഗാമി കർമ്മങ്ങൾ സഞ്ചിത കർമ്മത്തോടൊപ്പം ചേരുകയും ചെയ്യുന്നു. ഇത് പുനരപി ജനനം പുനരപി മരണം എന്ന ചക്രം തുടരാൻ കാരണമാകുന്നു. പിന്നെ പ്രളയസമയത്ത് അനന്തമായ സഞ്ചിത കർമ്മങ്ങളോടുകൂടി ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ മായയിലേക്ക് ലയിക്കുന്നു. അതാണ് പ്രലയം എന്ന് പറയുന്നത്. ഭഗവാൻ ഈ സൃഷ്ടിയെ മുഴുവൻ തൻ്റെ മായയിലേക്ക് ആഗിരണം ചെയ്യുന്നു. പിന്നീട് അടുത്ത സൃഷ്ടിയുടെ സമയത്ത് ഈ കർമ്മങ്ങളെല്ലാം വീണ്ടും ജഗത്തും ജീവനും പുണ്യപാപങ്ങളുമായി പ്രപഞ്ചം പുനർജനിക്കുന്നു. അതുകൊണ്ട് ദേവന്മാർ ഇവിടെ പറയുന്നു, അങ്ങ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവും സ്ഥിതികർത്താവും ലയകർത്താവുമാണ്. അങ്ങ് സൃഷ്ടി സ്ഥിതി ലയങ്ങൾ നടത്തുക മാത്രമല്ല, ഓരോ ജീവനും അവരുടെ പുണ്യപാപങ്ങൾക്ക് അനുസരിച്ചുള്ള ശരീരങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഒരു ജന്മത്തിൽ എനിക്ക് മനുഷ്യ ശരീരം ലഭിക്കുമ്പോൾ മറ്റൊരു ജന്മത്തിൽ മൃഗശരീരമാകാൻ ലഭിക്കുന്നത്. മനുഷ്യ ജന്മത്തിൽ നമുക്ക് കർമ്മങ്ങൾ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൃഗശരീരത്തിലാണെങ്കിൽ നമ്മൾക്ക് കർമ്മങ്ങൾ സ്വാതന്ത്ര്യത്തോടുകൂടി തിരഞ്ഞെടുക്കുവാൻ പറ്റുകയില്ല. ഒരു പ്രോഗ്രാംഡ് ലൈഫായിരിക്കും ഉണ്ടായിരിക്കുക. നമ്മൾക്ക് കാണാമല്ലോ, മൃഗങ്ങളും പക്ഷികളും എല്ലാം പുതിയ പുതിയ ടെക്നോളജിയൊന്നും പരീക്ഷിക്കുന്നില്ല നമ്മളെപ്പോലെ. അവർ അന്നത്തെ പോലെ തന്നെ ഭഗവാൻ ഉണ്ടാക്കി വിട്ട അതേ രീതിയിൽ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നു. ആ ഒരു കാര്യത്തിൽ അവർക്ക് മാറ്റങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അവർ നിസ്സഹായരാണ് ആ കാര്യത്തിൽ. പുണ്യത്തിനനുസരിച്ച് ഭഗവാൻ നമുക്ക് സുഖാനുഭവങ്ങൾ നൽകുന്നു, അതുപോലെ തന്നെ ദുഃഖങ്ങളും നൽകുന്നു. മനുഷ്യജന്മത്തിൽ ഇതെല്ലാം ഉണ്ടാകുന്നു. ചിലപ്പോൾ കുട്ടികൾ ജന്മനാ വൈകല്യങ്ങളോടെയോ രോഗങ്ങളോടെയോ ഒക്കെ ജനിക്കാറുണ്ട്. അപ്പോൾ നാം ചോദിക്കും, ഭഗവാൻ എന്തേ ഇത്ര ക്രൂരനായത് എന്ന്. അതിന് ഭഗവാന്റെ മറുപടി ഇങ്ങനെയായിരിക്കും: ഞാനല്ല ശരീരം തിരഞ്ഞെടുക്കുന്നത്, ഞാൻ കർമ്മ നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈ ചക്രം ഇങ്ങനെ തുടർന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾക്ക് വരുന്ന എല്ലാ അനുഭവങ്ങളുടെയും കാരണം നമ്മളുടെ കർമ്മങ്ങൾ തന്നെയാണ് എന്ന്. ഈ ജന്മത്തിലെ ആവാം, ഇതിനു മുൻപുള്ള ഏതെങ്കിലും ജന്മങ്ങളിലേ ആവാം. പക്ഷേ നമ്മളുടെ ജീവിതാനുഭവങ്ങൾക്ക് കാരണം നമ്മളുടെ കർമ്മങ്ങൾ മാത്രമാണ്. ഇനിയിപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ടാകാം. ഭഗവാൻ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നു. ജീവജാലങ്ങൾ അവർ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ച് പുണ്യവും പാപവും നേടുന്നു. ഭഗവാൻ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി ലയങ്ങൾ നടത്തുകയും ജനങ്ങൾക്ക് സുഖദുഃഖങ്ങൾ വിഭജിച്ച് നൽകുകയും ഒക്കെ ചെയ്യുന്നു. ഇത്രയധികം പ്രപഞ്ചകർമ്മങ്ങൾ ചെയ്യുന്ന ഭഗവാന് എന്തുകൊണ്ട് പുണ്യപാപങ്ങൾ ലഭിക്കുന്നില്ല? ഭഗവാൻ എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും അവിടുന്ന് ജ്ഞാനിയായതുകൊണ്ട്, ജ്ഞാനസ്വരൂപനായതുകൊണ്ട് പുണ്യപാപങ്ങൾ ഭഗവാനെ ബാധിക്കുന്നില്ല എന്നതാണ് അതിൻ്റെ ഉത്തരം. ഒരിക്കലും ഭഗവാന് പുണ്യപാപങ്ങൾ ഉണ്ടാവുകയില്ല. ഭഗവാൻ സർവജ്ഞനും നിത്യജ്ഞാനിയുമാണ്. അതിനാൽ ഈ കർമ്മങ്ങളൊന്നും ഭഗവാനെ ബന്ധിക്കുന്നില്ല. ഈ ആശയങ്ങളെല്ലാം ഒരൊറ്റ ശ്ലോകത്തിൽ ഒതുക്കിയിരിക്കുന്നു ഇവിടെ. അതുകൊണ്ടാണ് വേദാന്ത ശാസ്ത്രം അറിഞ്ഞാൽ മാത്രമേ പുരാണങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കുവാൻ സാധിക്കൂ എന്ന് പറയുന്നത്. പുരാണങ്ങളായാലും ഭഗവത്ഗീതയായാലും
എല്ലാം വേദാന്ത തത്വങ്ങൾ തന്നെയാണ് പല കഥകളിലൂടെ പറഞ്ഞു തരുന്നത്. എല്ലാത്തിലും ഈ തത്വത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് ഭഗവാൻ വേദവ്യാസൻ ഇതെല്ലാം രചിച്ചിരിക്കുന്നത്. വേദാന്തത്തിൻ്റെ അടിസ്ഥാനമില്ലാതെ ഈ ശ്ലോകങ്ങൾ വായിച്ചാൽ അവ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് നമ്മൾക്ക് വേണ്ടത്ര ഫലം കിട്ടുകയില്ല. ഇവിടെ അങ്ങ് അല്ലെങ്കിൽ ത്വം എന്നുദ്ദേശിച്ചിരിക്കുന്നത് മനോഹരനായ ഈ മനുഷ്യരൂപം പൂണ്ട കൃഷ്ണനെയല്ല, മറിച്ച് ബ്രഹ്മത്തെയോ ചൈതന്യ തത്വത്തെയോ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ നല്ലവണ്ണം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ ശ്ലോകങ്ങൾ പഠിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് പ്രയോജനമുണ്ടാവുകയുള്ളൂ. ഭഗവാന്റെ മായാശക്തി ഉപയോഗിച്ചാണ് ഭഗവാൻ ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞു. മായയിലെ 3 ഗുണങ്ങൾ, അതായത് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഈ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ സത്വഗുണം എന്നത് അറിവിനുള്ള കഴിവാണ്, നോയിങ് ഫാക്കൽറ്റിയാണ്. രജോ ഗുണം എന്നത് പ്രവർത്തിക്കാനുള്ള കഴിവാണ്, ഡൂയിങ് ഫാക്കൽറ്റി. തമോ ഗുണം എന്നുള്ളത് വിശ്രമിക്കാനുള്ള കഴിവാണ്, അല്ലെങ്കിൽ റെസ്റ്റിംഗ് ഫാക്കൽറ്റിയാണ്. ഈ 3 ഫാക്കൽറ്റികളും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അറിവുണ്ടാകണം. അറിവുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് മാത്രമല്ല, എപ്പോഴും നമുക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കാൻ പറ്റില്ല. റെസ്റ്റ് കൂടെ ചെയ്യണം. വിശ്രമിക്കുകയും കൂടെ ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റുകയില്ല. അപ്പം ഈ എല്ലാ ഗുണങ്ങളും ചേർന്നതാണ് ഭഗവാന്റെ മായ എന്ന് പറയുന്നത്. ഈ ഗുണങ്ങളിലൂടെ ഭഗവാൻ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. അതാണ് ഇവിടെ സൃജസി എന്ന് പറഞ്ഞത്. കർമ്മ നിയമങ്ങൾക്കനുസരിച്ച് പരിപാലിക്കുന്നു, അത് അവസി. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ സംഭവങ്ങൾ അവരവരുടെ വ്യക്തിഗത കർമ്മത്താൽ, ഇൻഡിവിജ്വൽ കർമ്മങ്ങൾ കൊണ്ടാണ് തീരുമാനിക്കുന്നത്. എന്നാൽ സുനാമി, ഭൂകമ്പം അങ്ങനെയുള്ള ചില പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ട് ഒരേ സമയത്ത് തന്നെ ആയിരക്കണക്കിന് ആൾക്കാർ മരിക്കുകയും ഒക്കെ ചെയ്യുന്നു. അതിന് സമഷ്ടി കർമ്മം എന്നാണ് പറയുന്നത്, ടോട്ടൽ കർമ്മ. അതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർക്ക് ഒരേ സമയം ഒരേ അനുഭവം ഉണ്ടാകുന്നത്. അങ്ങനെ ഭഗവാന്റെ മായയുടെ ശക്തി കൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു, സംരക്ഷിക്കുന്നു, എല്ലാം കഴിയുമ്പോൾ സംഹരിക്കുകയും ചെയ്യുന്നു. അങ്ങ് എങ്ങനെയാണിതെല്ലാം ചെയ്യുന്നത്? നിർഗുണ ബ്രഹ്മം എന്ന നിലയിൽ അങ്ങ് ഒന്നും ചെയ്യുന്നില്ല. കാരണം അങ്ങ് അകർത്താവും അഭോക്താവുമാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നു, പ്രപഞ്ചം ദുർവിഭാവ്യമാണ്, അതായത് ദുരൂഹവും അചിന്ത്യവുമാണ് എന്ന്. ശാസ്ത്രജ്ഞർ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് മൂലകങ്ങളുടെ കൂട്ടമാണെന്ന് കാണുന്നു. കൂടുതൽ ആഴത്തിൽ പോകുമ്പോൾ അവ ആറ്റങ്ങളാണെന്നും പിന്നെ ഉപ ആറ്റങ്ങളാണെന്നും സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ആണെന്നും മനസ്സിലാക്കുന്നു. എന്നാൽ അതിനപ്പുറം വിശകലനം ചെയ്യുമ്പോൾ ഈ ദൃശ്യപ്രപഞ്ചം വിവരിക്കാനാവാത്ത ഒരു ഊർജമണ്ഡലമായി മാറുന്നു. ഇതിനെ നാം അനിർവചനീയം എന്ന് വിളിക്കുന്നു. എത്രത്തോളം നാം പ്രപഞ്ചത്തെ അന്വേഷിക്കുന്നുവോ അത്രത്തോളം അത് ദുരൂഹമായി മാറുന്നു. സൃഷ്ടിസ്ഥിതി ലയങ്ങൾ എന്ന പ്രക്രിയ അനാദിയും അനന്തവുമായി തുടരുന്നു. അതുകൊണ്ട് ഹേ നാഥ, അങ്ങ് ഇത്രയധികം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ അങ്ങയ്ക്ക് എന്ത് പുണ്യപാപങ്ങളാണ് ആർജിക്കുന്നത്? അങ്ങയെ ഇവയൊന്നും ബാധിക്കുന്നില്ല. ഭഗവാനെ ഈ സൃഷ്ടിയിലെ മനോഹരമായ കാഴ്ചകൾ മാത്രമല്ല, സകല ദുരിതങ്ങളും കാണേണ്ടി വരുന്നു. അവിടുന്ന് ഇവയ്ക്കെല്ലാം സാക്ഷിയാണെങ്കിലും ഒന്നിലും അസ്വസ്ഥനാകുന്നില്ല. അതുകൊണ്ട് ഈ ആവർത്തിച്ചുള്ള സൃഷ്ടി സ്ഥിതി ലയ കർമ്മങ്ങളൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല. ന അജ്യതേ. അജ്യതേ എന്നാൽ മലിനമാക്കപ്പെടാത്തവൻ അല്ലെങ്കിൽ ബാധിക്കപ്പെടാത്തവൻ എന്നർത്ഥം. അജിതഹ എന്നാൽ സംസാര ദുഃഖങ്ങളാൽ ഒരിക്കലും തോൽപ്പിക്കപ്പെടാത്തവൻ, സംസാരത്തെ ജയിച്ചവൻ എന്നാണ് അർത്ഥം. അങ്ങനെ അങ്ങ് നിത്യമുക്തനായ ഈശ്വരനാണ്. അങ്ങ് ഒന്നിനാലും ബാധിക്കപ്പെടാതെ എപ്പോഴും അങ്ങയുടെ പരമമായ സ്വരൂപത്തിൽ തന്നെ നിലകൊള്ളുന്നു. സ്വേ സുഖേ അവ്യവഹിതേ അഭിരതഃ എന്ന് പറഞ്ഞിരിക്കുന്ന അതാണ്. അഭിരതഃ എന്നാൽ സ്വന്തം ഉന്നതമായ സ്വരൂപത്തെ എപ്പോഴും ഓർമ്മിക്കുന്നവൻ എന്നർത്ഥം. അതായത് ആ പരമമായ സ്വരൂപം, ബ്രഹ്മസ്വരൂപത്തെ ഭഗവാന് എപ്പോഴും ഓർമ്മയുണ്ട്. മായയാൽ ബാധിക്കപ്പെടാത്ത അവസ്ഥയാണത്. അതുകൊണ്ട് സ്വേ സുഖേ എന്ന് പറയുന്നു. സുഖം എന്നാൽ
അങ്ങയുടെ സ്വസ്വരൂപമായ ആനന്ദം അല്ലെങ്കിൽ ആനന്ദസ്വരൂപമാണ്. ഈ ആനന്ദം അങ്ങയിൽ നിന്ന് വേറിട്ടതല്ല. ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നുണ്ടല്ലോ, ഞാൻ എൻ്റെ കർമ്മങ്ങളാൽ ഒരിക്കലും ബന്ധിക്കപ്പെടുന്നില്ല. നിങ്ങൾ ആത്മജ്ഞാനം നേടിയാൽ നിങ്ങൾക്കും എന്നെപ്പോലെയാകാം എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാൻ നിരന്തരം കർമ്മങ്ങളിൽ ഏർപ്പെടുന്നുണ്ടെങ്കിലും കർമ്മബന്ധനങ്ങളിൽ അകപ്പെടുന്നില്ല. ഭഗവാനെക്കുറിച്ചുള്ള ഈ ജ്ഞാനം നമ്മൾക്കുണ്ടെങ്കിൽ ജീവിതത്തിലെ കടമകൾ നിർവഹിക്കുമ്പോഴും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മളെ ബാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ എന്നും സ്വതന്ത്രരായിരിക്കും. അനവദ്യഹ എന്നാൽ സകല ദോഷങ്ങളിൽ നിന്നും മുക്തൻ എന്നാണ് അർത്ഥം. ദേവന്മാർ പറയുന്നു, കർമ്മബന്ധനങ്ങളില്ലാത്ത എന്നും സ്വതന്ത്രനായ അങ്ങയെ ഞങ്ങൾ ഇതാ വന്ദിക്കുന്നു എന്ന്. ഇങ്ങനെ ഗഹനമായ അർത്ഥമുള്ള ഈ ശ്ലോകം നമ്മൾ വളരെ ചുരുക്കത്തിൽ കണ്ടു. ഇനി നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ 9ാമത്തെ ശ്ലോകം കാണാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിഃ ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. ശ്രീകൃഷ്ണാർപ്പണമസ്തു.